ഇതാണ് കൃഷ്ണമൂർത്തി പോകേണ്ടതും ഒഴിപ്പിച്ചെടുക്കേണ്ടതുമായ വിയറ്റ്നാം കോളനി. കോളനിക്ക് ചുറ്റും കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ കമ്പനിയുടെ വകയാണ്. പക്ഷേ കോളനി ഇരിക്കുന്ന ഈ സ്ഥലം കൂടെ കിട്ടാതെ നമുക്കവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങാൻ പറ്റില്ല. ഇത് വിട്ടുതരാൻ അതിന്റെ ഉടമസ്ഥൻ 3 ദിവസമായിട്ട് തയ്യാറുമാണ്. പ്രശ്നം അവിടുത്തെ താമസക്കാരാണ്. അവരവിടെ നിന്ന് ഒഴിഞ്ഞു തരില്ല. 100ഓളം കുടുംബങ്ങളാണ് അവിടെ തിങ്ങി താമസിക്കുന്നത്. എന്ത് ചെയ്തിട്ടും ഒഴിഞ്ഞുപോകാൻ കൂട്ടാക്കാത്ത പ്രശ്നക്കാരായ 100ഓളം കുടുംബങ്ങൾ. ഭൂരിഭാഗവും വാടകക്കാരാണ്. പിന്നെ കയ്യേറ്റക്കാരായ കുറെ ഗുണ്ടകൾ. ഇവരെയൊക്കെ ഒഴിപ്പിച്ച് അവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് ഒരു നിസ്സാര കാര്യമല്ല. നമുക്ക് ന്യായമായിട്ടുള്ള എന്ത് വേണേൽ ചെയ്യാം. വേറെ സ്ഥലം വേണമെങ്കിൽ സ്ഥലം കൊടുക്കാം, വീട് വെച്ചു കൊടുക്കണം, വീട് വെച്ചു കൊടുക്കാം. അങ്ങനെ എന്ത് ചെയ്യാനും കമ്പനി തയ്യാറാണ്. ഇതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് സമ്മതിപ്പിച്ച് അവിടെ നിന്ന് ഒഴിപ്പിക്കാനാണ് ഇപ്പൊ കൃഷ്ണമൂർത്തി അങ്ങോട്ട് അയക്കുന്നത്. പിന്നെ കൃഷ്ണമൂർത്തി അവിടെ പോകാൻ പോകുന്നതും താമസിക്കാൻ പോകുന്നതും കമ്പനിയുടെ ആളായിട്ടല്ല, കോളനിയെപ്പറ്റി കഥ എഴുതാൻ ചെന്നിരിക്കുന്ന ഒരു എഴുത്തുകാരനായിട്ടാണ്. കമ്പനിയുടെ ആളായിട്ട് അങ്ങോട്ട് ചെന്നാൽ അതിനകത്ത് കാല് കുത്താൻ പോലും സമ്മതിക്കില്ല. അതുകൊണ്ടാ കൃഷ്ണമൂർത്തി പേടിക്കണ്ട. കൃഷ്ണമൂർത്തി കമ്പനിയുടെ ആളാണെന്ന് അവിടെ ഒരു കുഞ്ഞു പോലും അറിയുന്നു. അറിഞ്ഞാൽ പിന്നെ കൃഷ്ണമൂർത്തി രക്ഷിക്കാൻ ഞങ്ങൾക്കെന്നല്ല ഒരാൾക്കും പറ്റിയെന്ന് വരില്ല. ശരി സാർ, അവിടെ നിന്ന് എല്ലാവരും ഒഴിപ്പിക്കാതെ ഞാൻ ഇങ്ങോട്ട് വരികയില്ല. പോരെ. ഗുഡ്. വിഷ് യു ഓൾ സക്സസ് ഓവർ വിയറ്റ്നാം കോളനി. എടോ ജോസഫേ, താനല്ലേ പറഞ്ഞത് ഇവിടെ വലിയ ബഹളവും പ്രശ്നമൊക്കെ ഉള്ള സ്ഥലമാണെന്ന്? ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ. നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം. അതൊക്കെ ഇവിടെ റാവുത്തർന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ അകത്തായതുകൊണ്ടാ. അവനൊന്ന് പുറത്തിറങ്ങട്ടെ, അപ്പൊ തുടങ്ങില്ലേ വെട്ടും കുട്ടും ബഹളമൊക്കെ. എത്രയായി? ഒരു 20 പേരെങ്കിലും അവൻ തട്ടി. വിടണേ? ഇല്ല, വിടില്ല. നിന്നോട് വിടാൻ പറഞ്ഞത്? അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? ഇനി നിനക്ക് എത്ര രൂപ വേണം? 20 രൂപ അല്ലേ? ഇങ്ങോട്ട് വാ, തരാം. എന്താടാ എന്താടാ വേണ്ടേ? ഇങ്ങോട്ട് വാ, തരാം. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ നീയൊക്കെ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോഴേ പിന്നൊക്കെ. അച്ഛനെ, ഇവിടെ ഈ മാധവിയമ്മയുടെ വീട്. ആരായത്? എന്നെ പറ്റി പോയി അയലോട് ചോദിക്കുന്നേ? അതെ, ഈ പട്ടാളം മാധവിയമ്മയുടെ വീട്. പട്ടാളം മാധവമ്മയുടെ വീട് അറിയോ ചേട്ടാ? ഞങ്ങള് എരുമേലി പറഞ്ഞിട്ട് വന്നതാണ്. എന്താ? തിരുമേലി പറഞ്ഞിട്ട് വന്നാണോ? നിന്നോട് ആയടാ പറഞ്ഞ എന്റെ വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന്? അത് റാവത്തയുടെ മുമ്പിൽ വെച്ച് അയാൾ എങ്ങനെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെയും കൊന്നേനും നിന്നെയും കൊന്നേനും ആ വന്നവന്മാരെയും കൊന്നേനും. ആരാടാ നിങ്ങൾ? ചോദിച്ചു കേട്ടില്ലേ? റാവത്തണ്ണ, എന്റെ ഉണ്ണിമോളില്ലേ? ഉണ്ണിമോളെ കാണാൻ വന്നതാ. ആണോടാ? ഇതാണ് ചെറുക്കൻ. ഓ, ഒരു കണക്കിലാ ഞാൻ ആ റാവുത്തരെ കൊണ്ടൊന്ന് സമ്മതിപ്പിച്ചെടുത്തത്. റാവുത്തര് സമ്മതിക്കുമ്പോ ഇരുമ്പ് സമ്മതിക്കത്തില്ല, ഇരുമ്പ് സമ്മതിക്കുമ്പോ കണ്ണസ്രാങ്ക് സമ്മതിക്കത്തില്ല. കോളനി എന്ന് പറയുന്ന കുട്ടികളെയും കുട്ടികളൊന്ന് കമ്പനിയുടെ സ്ഥലം കയ്യേറുക, എന്നിട്ട് ഇയാളെ പോലീസിനെ വിളിച്ചറിച്ച് അറസ്റ്റ് ചെയ്യിക്കുക. ആ കോളനിക്കാരങ്ങനെ ഇളകി ഒരു ലഹളയ്ക്ക് വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? അങ്ങനെ വന്നിരുന്നുവെങ്കിൽ ഞാൻ പറയുമായിരുന്നു, ആ കോളനി നമുക്ക് ഒരിക്കലും ഒഴിപ്പിച്ചെടുക്കാൻ പറ്റില്ല എന്ന്. ഇന്നത്തെ ഈ സംഭവത്തോടെ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ സ്ഥലത്ത് നമ്മൾ എന്ത് പണി ചെയ്താലും അതൊന്നും ചോദിക്കാൻ അവിടുന്ന് ഒരുത്തനും വരില്ല എന്ന്. ആ മാർഗം ഉപയോഗിച്ച് തന്നെയായിരിക്കണം നമ്മൾ അവരെ കുടിയൊഴിപ്പിക്കേണ്ടത്. സ്വാമി ദേ വന്നു. ഫയലടിക്കാനുള്ള സാധനങ്ങളും വന്നു, ആളുകളും വന്നു, പണിയും തുടങ്ങി. സ്വാമി ഈ ഭൂമിയിൽ ഇങ്ങനെ അടിക്കാനും പറ്റില്ല. തൊട്ടടുത്ത് 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയാണ്. ഇവിടെ ഇങ്ങനെ ഫയലടിക്കാൻ പറ്റില്ല. ഇവിടെ കോളനി ഉണ്ടെന്ന് വെച്ച് ഞാൻ കൺസ്ട്രക്ഷൻ നടത്തണ്ടേ? കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയാൻ നിർത്താൻ പറ്റില്ല. കമ്പനി താരം താഴെ കാണിക്കുന്നു.
കൂട്ടുകാരെ. ഇങ്ങോട്ട് വഴി എന്തിനാണ് നീ പറയുന്നത്? ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞു കേൾക്കുന്നത്. ഞാൻ ആരുമില്ല. എനിക്ക് ഈ കോളനിയില് സ്വന്തക്കാരും ബന്ധക്കാരും ആരുമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു അപകടം വരുമ്പോൾ ഞാൻ കൈ കെട്ടി നോക്കിക്കണോ? നിങ്ങൾക്കറിയില്ല, ഇവര് ഈ ഇടിക്കുന്ന ഓരോ ഇടിയും നമ്മുടെ കോളനിയിലെ കെട്ടിടങ്ങളുടെ അടുത്താണ് നടക്കുന്നത്. 10-50 കൊല്ലം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ആ കോളനിയിലുള്ളത്. അടുത്ത ഭൂമിയിൽ പൈലിംഗ് ഉണ്ടെന്ന് വെച്ച് പാതാളം വരെ ഇങ്ങനെ ഇടിച്ചു പൊളിക്കാൻ ആ കെട്ടിടങ്ങൾ അത് താങ്ങില്ല, അത് ഇടിഞ്ഞു വീഴും. അയാൾ പറഞ്ഞിട്ടാണ് നമ്മൾ പൈലിംഗ് തുടങ്ങിയത്. എന്നിട്ട് ഇപ്പൊ കോളനിക്കാരെയും കൂട്ടിക്കൊണ്ട് വന്നാൽ തടയുന്നോ? ഫയലിംഗ് തടയാൻ പോകുന്ന വിവരം അയാൾ നേരത്തെ തന്നെ വിളിച്ചറിയിച്ചിരുന്നു. എന്നിട്ട് നമ്മൾ പോലീസുമായി ചെന്ന് പണി തുടരണമെന്ന്. വിയറ്റ്നാം ഗോളിക്ക്